ഈ ട്രിപ്പിലൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, ഡോണ്ട് എക്സ്പെക്റ്റ് ലാവിഷ് ലൈഫ് സ്റ്റൈൽ. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഐ ഡോണ്ട്, അത് പിന്നെയും പറയുന്നതിൽ, ഒരു പ്രാവശ്യം ഒരു ബൈബിൾ സ്കൂൾ സ്റ്റുഡൻറ്റിൻ്റെ വീട്ടിൽ ചെന്നപ്പം അവന് ഞങ്ങളെ നല്ല ഭക്ഷണം തന്ന് വിടണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഓടിപ്പോയി അവരുടെ അടുത്തുള്ള കുളത്തിൽ നിന്ന് മീൻ പിടിച്ചുകൊണ്ട് വന്നു. പക്ഷെങ്കിൽ മീനിൻ്റെ ഈള ഉൾപ്പെടെ വെള്ളത്തിലിട്ട് ഒരു കൈൻഡ് ഓഫ് പുഴുങ്ങി, ഉപ്പിട്ട് പുഴുങ്ങി നമുക്ക് കൊണ്ടു തന്നു. യു ഇനീഷ്യലി യു ഫീൽ ലൈക്ക് ഹൗ ക്യാൻ യു ഈറ്റ് ദാറ്റ്. പക്ഷെങ്കിൽ അന്ന് ദൈവം ഒരു കൃപ തന്നു. ആ തൊലിയൊക്കെ ഒന്ന് മാറ്റി, പിന്നെ ഒരു ഇച്ചിരി ഉപ്പോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അവൻ്റെ മുന്നേ വെച്ചാൽ അവർക്ക് തന്നെ കഴിച്ചു. നമ്മൾ കഴിച്ചില്ലെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമമുണ്ടാകും. ഞാൻ ആദ്യമായിട്ട് ഡോക്ടർ തോമസ് മാത്യുവുമായിട്ട് ഒരു വില്ലേജിൽ, മഹാരാഷ്ട്രയിലൊരു വില്ലേജിൽ കടന്നു പോയപ്പോൾ അവിടുത്തെ അവർ ഞങ്ങൾക്ക് ചിക്കൻ കറിയാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. അന്നേരം ചിക്കൻ കറി കൊണ്ടുവന്നപ്പം ചിക്കൻ്റെ ആ കാലും നഖവും എല്ലാം കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഐ ഫെൽറ്റ് വെരി. അന്നേരം തോമസ് മാത്യു പാഷ് പറഞ്ഞു, തമ്പി സാബ് കൊച്ചിനെ ആപ് ഖാവോ, കഴിച്ചില്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ഭാരമുണ്ടാകും. ഞങ്ങൾ പിന്നെ അതൊരു കണക്കിന് വിത്ത് ഹിം ഐ എൻജോയ്ഡ് ഹിം. ഒരു സമയത്ത് ഒരു ഷൂസ് 5 വർഷം ഉപയോഗിച്ചെങ്കിൽ അതേ കൈകൊണ്ട് ആയിരങ്ങൾക്ക് ഷൂസ് കൊടുക്കുവാൻ ദൈവം ബലപ്പെടുത്തി എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഫിലദൽഫിയ ബൈബിൾ സ്കൂള് എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ ആയിരക്കണക്കിന് ദൈവദാസന്മാർ ദീർഘവർഷങ്ങൾ കൊണ്ട് ഭാരതത്തിലെ പല സ്ഥലങ്ങളിലേക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരുക്കുവാനിടയായി തീർന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റോള് കർത്താവിൻ്റെ ദാസനും പ്രിയ അങ്കിളിനെയും കൊണ്ട് ദൈവം വഹിപ്പിച്ചു എന്നുള്ളത് ഭയങ്കര ഒരു പ്രശംസനീയമായ, അല്ലെങ്കിൽ ഇന്ന് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ അതിൻ്റെ തുടക്കവും ഇന്ന് വരെ വന്ന വഴികളെന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ അത്ഭുതമായിട്ട് കാണാറ്. ഡോക്ടർ തോമസ് മാത്യു എപ്പോഴും പറയുമായിരുന്നു, ചെറിയ ആരംഭങ്ങളെ തുച്ഛീകരിക്കാത്ത ദൈവം. അത് ദൈവവചനത്തിൽ നിന്ന് കോട്ട് ചെയ്യുന്നു. അത് യഥാർത്ഥത്തിൽ ഫിലദൽഫിയ ബൈബിൾ സ്കൂള് ഇന്ന് ബൈബിൾ കോളേജിൻ്റെ തുടക്കം മുതൽ ഉള്ള കാര്യങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയാണ്. അത് ദൈവം വലിയൊരു പ്രവർത്തനമാക്കി മാറ്റി. ഇന്ന് 3000-ലധികം ഗ്രാജുവേറ്റ്സ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കർത്താവിൻ്റെ വേലക്കാരായിട്ട് നിൽക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാൻ വകയുള്ളതാണ്. 1988 ജനുവരിയിലാണ് ഞാൻ മസ്കറ്റിൽ നിന്ന് അമേരിക്കയിലെത്തുന്നത്. അന്ന് എൻ്റെ മകൾ, എൻ്റെ ഏറ്റവും ഇളയത് മകളായിരുന്നു, പ്രിസില്ല മോള്, 11 മാസം. പിന്നെ ബാക്കി 3 ആൺമക്കൾ, ജോൺസൺ മോന് അന്ന് 9 വയസ്സ്, പീറ്റർ 6 വയസ്സ്, ജെൻസൺ അറൗണ്ട് 3 years old. അപ്പോൾ ഇവരുമായിട്ടാണ് വരുന്നത്. ഞങ്ങൾ വന്ന് എൻ്റെ ജ്യേഷ്ഠൻ ബാവുച്ചാൻ ന്യൂജേഴ്സിയിലുണ്ട്, അവിടെ 1 മാസത്തിലധികം താമസിച്ചു. അതിനുശേഷം പക്ഷെങ്കിൽ ഞാനിവിടെ വരുമ്പോൾ എൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം പണമുണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ മറ്റൊന്നും ആയിരുന്നില്ല. എനിക്ക് സെമിനാരിയിൽ പോയി പഠിക്കണമെന്ന് വലിയൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ചർച്ച് ഓഫ് ഗോഡിൻ്റെ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനായ അന്ന് സ്കൂൾ ഓഫ് തിയോളജി എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ന് പെൻഡക്കോസ്റ്റൽ തിയോളജിക്കൽ സെമിനാരി എന്ന് അറിയപ്പെടുന്നു. അവിടെ വന്ന് 4 വർഷം പഠിക്കുവാൻ കർത്താവ് കൃപ തന്നു. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭങ്ങളായിരുന്നു. ആ സമയങ്ങളിലാണല്ലോ ബുക്ക് സ്റ്റാള് ദീർഘവർഷങ്ങളായിട്ട് ചെയ്യുന്ന ആ ബുക്ക് സ്റ്റാളിൻ്റെ തുടക്കം എങ്ങനെയാണ്? അത് തുടങ്ങാനുണ്ടായ കാരണം എന്തായിരുന്നു? 1989 ഞാൻ ടെന്നസിയിൽ വന്നു. സെമിനാരിയിലെ പഠിത്തം ഗ്രാജുവേറ്റ് ചെയ്ത് 93. അതിനുശേഷം ഞാൻ ചെറുതായിട്ട്, അതായത് എൻ്റെ വീടിനകത്ത് എൻ്റെ കബോർഡിൽ കുറേ ബൈബിളുകളും കാര്യങ്ങളുമൊക്കെ കൊണ്ടുവന്ന് ചെറുതായിട്ട് തുടങ്ങി. പിന്നെ ഞാൻ ജോലി ചെയ്ത കമ്പനി എന്നെ ജോൺസൺ സിറ്റി ടെന്നസിയിലേക്ക് മൂവ് ചെയ്തു. അവിടെയാണ് ഞാൻ ഒരു ബുക്ക് സ്റ്റോറായിട്ട് അവിടെ ഓപ്പൺ ചെയ്തത്, ടെന്നസിയിൽ. അത് 1996 അവിടെ 4 വർഷത്തോളം ഓപ്പറേറ്റ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് അറ്റ്ലാന്റയ്ക്ക് മൂവ് ചെയ്തപ്പോൾ 1999 മൂവ് ചെയ്തു. ഞങ്ങൾ 2000
ജാനുവരി 1-ാം തീയതി ആണ് അറ്റ്ലാന്റയിൽ പ്രിസില്ലാസ് ക്രിസ്ത്യൻ ബുക്ക് സ്റ്റോർ എന്ന പേരിൽ ഈ ബുക്ക് സ്റ്റോർ ഇവിടെ ആരംഭിച്ചത്. അപ്പോൾ ഇന്നേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറ്റ്ലാന്റയിൽ ഇപ്പോൾ ഒരു 25 വർഷമായി ബുക്ക് സ്റ്റാൾ. അതെ, അതായത് അറ്റ്ലാന്റയിലായിട്ട് 25 വർഷമായി. അത് ഒരു ബിസിനസ് എന്നല്ല ഞങ്ങളതിനെ വീക്ഷിക്കുന്നത്, കാരണം അതൊരു മിനിസ്ട്രിയാണ്. ഇന്ന് രാവിലെ നമ്മൾ തമ്മിൽ സംസാരിച്ചതുപോലെ ഒത്തിരി ആൾക്കാർ ബുക്ക് സ്റ്റോറിൽ വന്നു. അവർ ചിലപ്പം പറയും, ഇന്ന് ഞങ്ങൾ ഒന്നും വാങ്ങിക്കാനൊന്നും വന്നതല്ല, പക്ഷെങ്കിൽ ഇവിടെ വന്ന് അല്പസമയം സ്പെൻഡ് ചെയ്യുമ്പം ഹൃദയത്തിൽ തന്നെ വലിയൊരു സന്തോഷമുണ്ട്. ഒരു പീസ് ഓഫ് മൈൻഡ് വി എൻജോയ് ഇൻ ദിസ് പ്ലേസ് എന്നവർ പറയുന്നത് കേൾക്കാറുണ്ട്. അത് ഞങ്ങൾക്കും വലിയ സന്തോഷമാണ്. പിന്നെ അനേക കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് അവർ തിരികെ പോകുമ്പം അവരെ പ്രാർത്ഥിച്ച് അവരുടെ വിഷയങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു വിടുന്ന സ്വഭാവം. കഴിഞ്ഞ 25 വർഷത്തിൽ 23 വർഷം മുഴുവൻ ഈ ബുക്ക് സ്റ്റോർ നടത്തിയത് മോളിയാണ്. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ 6 ദിവസം മോളി തന്നെയാണ് അത് ഓപ്പൺ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് മോളി വീൽചെയറിലാണ്. എന്നാൽ കർത്താവ് അതിനും ഭേദം വരുത്തും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പക്ഷെങ്കിൽ ഞങ്ങളുടെ ബുക്ക് സ്റ്റോർ ഇന്നും ശക്തമായിട്ട് നടക്കുന്നുണ്ട്. അതൊരു അനുഗ്രഹമാണ് ദേശത്തിനും ചുറ്റുപാടിനും. ഈ അമേരിക്കയിലാണെങ്കിലും ഹൃദയം കൊണ്ട് ഭാരതത്തെ ഒരുപാട് സ്നേഹിക്കുകയും ഇപ്പോൾ തന്നെ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാനും ഇടയാവുന്നുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഈ മിഷൻ യാത്രകളെ പറ്റി അനുഭവങ്ങൾ എങ്ങനെയാണ്? വിവിധ ഇടങ്ങളിലെ കുഞ്ഞുങ്ങളുടെ 2010 മുതൽ ഒത്തിരി യാത്രകൾ ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശിൽ എനിക്ക് തോന്നുന്നു ഒരു 14 പ്രാവശ്യം പോകുവാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ ഇന്ന് ഒരു ചിൽഡ്രൻസ് സെൻ്ററുണ്ട്, 3 ചെറിയ സ്കൂളുകളുണ്ട്, നമ്പർ ഓഫ് പ്രെയർ ഗ്രൂപ്പ്സ് പലയിടത്തായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ പ്രവർത്തനങ്ങൾ അത്ര ഈസി അല്ല, എന്നാൽ ഞങ്ങളാൽ കഴിവത് ദൈവം നടത്തുന്നത് പോലെ ചെയ്യുന്നുണ്ട്. വിശ്വസ്തരായ ആൾക്കാരെ അവിടെ ദൈവം തന്നിട്ടുണ്ട്. അതിനോടുള്ള ബന്ധത്തിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങളുടെ ബംഗ്ലാദേശിലെ ചിൽഡ്രൻസ് സെൻറ്റർ പണിയുന്ന സമയമായപ്പോൾ ഫിലദൽഫിയയിലുള്ള ഒരു ഫാമിലി അവിടുത്തെ ആ സെൻറ്റർ പണിയാനും വേണ്ടി ഒരു സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് എന്നെ ഏൽപ്പിക്കുകയും അവർ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതാണ് ഇന്ന് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആ കുടുംബത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നാം ഒരു കാര്യം ഓർക്കണം, ചില സമയങ്ങളിൽ നാം ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും വൃഥാവായി പോവുകയില്ല. അത് അനേക ഫലങ്ങൾ പുറപ്പെടുവിപ്പാൻ കാരണമായി തീരും. അതുകൊണ്ട് നമ്മൾ കഴിവുള്ളപ്പോൾ നല്ല ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യണം, ദൈവനാമത്തിന് വേണ്ടി ചെയ്യണമെന്നും ഞാൻ ഓർപ്പിക്കുന്നു. ആമേ. ഇപ്പോൾ ഏകദേശം ഒരു 70 വയസ്സ് കഴിഞ്ഞല്ലേ? 70 കഴിഞ്ഞു. നിങ്ങൾ ഈ അടുത്തൊരു തലമുറ ഞങ്ങളെ പോലുള്ള ചെറുപ്പക്കാരോടൊക്കെ അങ്കിൾ എന്താണ് പറയാനോ? പ്രത്യേകിച്ച് മിഷൻ ഫീൽഡിൽ നമുക്ക് ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ ഒരുപാട് യാത്രകൾ ചെയ്യുന്നവരാണ്. മിക്കവാറും ഒക്കെ വെക്കേഷൻ ട്രിപ്പുകളൊക്കെ നമ്മളിങ്ങനെ എൻജോയ് ചെയ്തു പോകുന്നവരാണ്. അപ്പോൾ അനുഭവത്തിൽ നിന്ന് ഇപ്പോഴത്തെ നെക്സ്റ്റ് ജനറേഷനോട് അങ്കിൾ എന്ത് പറയാൻ കഴിയും? എനിക്ക് 1-2 കാര്യം പറയാനുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞാൻ നമ്മുടെ ആൾക്കാർ, നമ്മുടെ ഫാമിലീസൊക്കെ ഈ ലോങ് വെക്കേഷനും ഒക്കെ പോകുന്ന കാണുമ്പം എനിക്ക് മനസ്സിലൊരു എന്തുവാ അസൂയയല്ല, എൻ്റെ ഒരു ദുഃഖം പോലൊക്കെ ചിലപ്പോഴൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഞാനും മോളിയും ഒരു വെക്കേഷന് ഈ കഴിഞ്ഞ 25 വർഷം 30 വർഷമായിട്ട് എങ്ങും പോയിട്ടില്ല. അപ്പം പക്ഷെങ്കിൽ ഞങ്ങൾക്ക് അതിനകത്ത് ദുഃഖമൊന്നുമില്ല. കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഐ എൻകറേജ് യങ് പീപ്പിൾ, പ്ലീസ് ഗോ ഫോർ വെക്കേഷൻ. പക്ഷെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്കും പ്രയോറിറ്റി കൊടുത്തിരിക്കണം. അത് പറയുമ്പോൾ ശ്രദ്ധിക്കുക. അതായത് നമ്മളിപ്പം 5 വെക്കേഷൻ പോകുമ്പം ഒരു മിഷൻ ട്രിപ്പെങ്കിലും എടുക്കാൻ നമ്മൾ ഉത്സുകരായിരിക്കണം. 5 വെക്കേഷന് വേണ്ടി $25,000 ചിലവാക്കുമെങ്കിൽ ഒരു മിഷന് വേണ്ടി 5,000 ചിലവാക്കാൻ നിങ്ങൾ ഉത്സാഹിക്കണം എന്നുള്ള ഒരു അഡ്വൈസ് ഉണ്ട്. 2, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് പേരിനോ പെരുമയ്ക്കോ ആകരുത്, ഒരു പേരുണ്ടാക്കാനും വേണ്ടി. നോ, യു ഡു വാട്ട് യു ആർ കോൾഡ് ടു ഡു ആൻഡ് ദെൻ ഗോഡ് വിൽ ലിഫ്റ്റ് യു അപ്പ് ഇൻ ദ റൈറ്റ് പ്ലേസ്, ഇൻ ദ റൈറ്റ് ടൈം, among the right people.
ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് ദാറ്റ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ മാനിച്ചാലുണ്ടല്ലോ, ദൈവം നമ്മളെ മാനിക്കും. അത് എൻ്റെ അനുഭവമാണ്. ആമേൻ. ഇപ്പം നമ്മുടെ പല വെക്കേഷൻ ട്രിപ്പ് ഇനി ഒരു മിഷൻ ട്രിപ്പായി തീരട്ടെ. എക്സാക്ട്ലി. ഇപ്പം ഞാനത് ഒത്തിരി കാണുന്നുണ്ട്, ഒത്തിരി വ്യതിയാനങ്ങൾ കാണുന്നുണ്ട്. ഒത്തിരി പേരും ഇപ്പോൾ ഈവൻ ഇന്ത്യയിലോട്ടൊക്കെ പോകുമ്പോൾ ഒരു 3 ആഴ്ചത്തേക്ക് പോയാൽ ഒരാഴ്ച ഒരു മിഷൻ സ്റ്റേഷനിലേക്ക് പോകാനൊക്കെ ഉത്സുകരായിട്ട് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം അതൊരു നല്ല സ്റ്റെപ്പാണ്. നമ്മൾ കർത്താവിന് വേണ്ടി, അതുമാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു മിഷൻ ഫീൽഡിൽ കൊണ്ടുപോയി അവിടുത്തെ കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ മനസ്ഥിതി തന്നെ മാറും. ആ മിഷനെക്കുറിച്ചുള്ള ഭാരം വരും. പിന്നെ അവരിന്ന് എൻജോയ് ചെയ്യുന്ന ഈ നല്ല കാര്യങ്ങളിലുള്ള ഒരു താങ്ക്ഫുൾ ഹാർട്ടുണ്ടായിരിക്കും. അതിനുകൊണ്ട് നമ്മളത് തീർച്ചയായിട്ടും ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഒരു വളരെ ചലഞ്ചായിട്ട് എൻ്റെ ഏറ്റെടുക്കുക. എൻ്റെ ജീവിതത്തിലും കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുക കൃപയാൽ 16 സ്റ്റേറ്റിലൂടെ യാത്ര ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ കൾച്ചർ കാണുമ്പോഴും ഓരോ ഗ്രാമങ്ങളിലൂടെയും സംസ്ഥാനങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അത് ഒരു പ്രത്യേക ഫീലാണ്. പ്രത്യേകിച്ച് ഞാൻ സാറിനോട് സോറി ടു ഇൻ്ററപ്റ്റ് യു, പക്ഷേ ഈ ട്രിപ്പിലൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, ഡോണ്ട് എക്സ്പെക്റ്റ് ലാവിഷ് ലൈഫ് സ്റ്റൈൽ. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അത് പിന്നെയും പറയുന്നതിൽ, ഒരു പ്രാവശ്യം ഒരു ബൈബിൾ സ്കൂൾ സ്റ്റുഡൻറ്റിൻ്റെ വീട്ടിൽ ചെന്നപ്പം അവന് ഞങ്ങളെ നല്ല ഭക്ഷണം തന്ന് വിടണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഓടിപ്പോയി അവരുടെ അടുത്തുള്ള കുളത്തിൽ നിന്ന് മീൻ പിടിച്ചുകൊണ്ട് വന്നു. പക്ഷെങ്കിൽ മീനിൻ്റെ ഈള ഉൾപ്പെടെ വെള്ളത്തിലിട്ട് ഒരു കൈൻഡ് ഓഫ് ഉപ്പിട്ട് പുഴുങ്ങി നമുക്ക് കൊണ്ടു തന്നു. ഇനീഷ്യലി യു ഫീൽ ലൈക്ക് ഹൗ ക്യാൻ യു ഈറ്റ് ദാറ്റ്. പക്ഷെങ്കിൽ അന്ന് ദൈവം ഒരു കൃപ തന്നു. ആ തൊലിയൊക്കെ ഒന്ന് മാറ്റി, പിന്നെ ഒരു ഇച്ചിരി ഉപ്പോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അവൻ്റെ മുന്നേ വെച്ചാൽ അവർക്ക് തന്നെ കഴിച്ചു. നമ്മൾ കഴിച്ചില്ലെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമമുണ്ടാകും. അവർ വളരെ സ്നേഹത്തോടെ ചെയ്യുന്ന വേറൊരു, ഞാൻ ഇന്ന് ഓർക്കുന്നു, ഒറീസയിൽ ഒരു വീട്, ഞാൻ പലപ്പോഴും പോയി താമസിച്ചിട്ടുള്ള വീടാണ്. അവരുടെ വീട് ഒരു സാധാരണ കുടില്, ഒരു കൊച്ചു വീട്. പക്ഷേ അവരുടെ ആ റൂഫിൽ നിന്നെല്ലാം ഈ പുഴുക്കളും എന്തോന്നൊക്കെ ഇങ്ങനെ കീടങ്ങളൊക്കെ വീഴും. അതിനവർ ചെയ്തത്, അവിടെ ഒരു സാരി ഇങ്ങനെ കെട്ടിയിട്ടിട്ട് അവിടെ നമ്മൾ കിടക്കുന്ന കട്ടിലിൻ്റെ മേളിൽ ഒരു സാരി തുണി ഇങ്ങനെ കെട്ടി, അന്നേരം നമ്മുടെ മുഖത്തോട്ട് വന്ന് ഉറങ്ങുമ്പോഴൊന്നും വീഴത്തില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. കവുമ്പം അതൊന്നും വലിയൊരു ത്യാഗമായിട്ടൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെങ്കിൽ യു ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഇത്രയാ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത്, പിന്നെയും പറയുകയാണ്. ഞാൻ ആദ്യമായിട്ട് ഡോക്ടർ തോമസ് മാത്യുവുമായിട്ട് ഒരു വില്ലേജിൽ, മഹാരാഷ്ട്രയിലൊരു വില്ലേജിൽ കടന്നു പോയപ്പോൾ അവിടുത്തെ അവർ ഞങ്ങൾക്ക് ചിക്കൻ കറിയാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. അന്നേരം ചിക്കൻ കറി കൊണ്ടുവന്നപ്പം ചിക്കൻ്റെ ആ കാലും നഖവും എല്ലാം കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് ഐ ഫെൽറ്റ് വെരി. അന്നേരം തോമസ് മാത്യു പാഷ് പറഞ്ഞു, തമ്പി സാബ് കൊച്ചിനെ ആപ് ഖാവോ, കഴിച്ചില്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ഭാരമുണ്ടാകും. ഞങ്ങൾ പിന്നെ അതൊരു കണക്കിന് വിത്ത് ഹിം ഐ എൻജോയ്ഡ് ഹിം. നമുക്കിങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഒത്തിരി വരും. ബട്ട് വി ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. അങ്ങനെ മറക്കാനാകാത്ത ദൈവം നടത്തിയ വിധങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ വടക്കേന്ത്യയിലെ യാത്രകളിലൂടെ മറക്കാനാകാത്ത മറ്റ് അനുഭവങ്ങൾ ഓർമ്മയുണ്ടോ? അപ്പോൾ തന്നെ ഈ ഒരു ദീർഘവർഷങ്ങളായിട്ടുള്ള കർത്താവിൻ്റെ വേലയിൽ ഇരിക്കുമ്പോൾ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് കാണുമല്ലോ. അപ്പോൾ അതൊക്കെ ഓർമ്മയിലുണ്ടോ? മറക്കാനാകാത്ത ചില അനുഭവങ്ങളോടൊന്ന് പറയാം. സാമ്പത്തികമായിട്ട് ഞങ്ങൾ വളരെ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. അത് ഐ ഡോണ്ട് വാണ്ട് ടു എക്സ്പ്ലെയിൻ ടു മച്ച്. ഞാൻ ഇതിനു മുമ്പേ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഐ യൂസ്ഡ് വൺ ഷൂസ് ഫോർ ഓൾമോസ്റ്റ് 4-5 years. 5 years ഒറ്റ ഷൂസ്, അതിൻ്റെ സോള് മുഴുവൻ. അന്ന് എനിക്ക് ഐ കുഡിൻറ്റ് ബൈ. പക്ഷേ ഐ കുഡ് ആസ്ക് സംബഡി, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരോടെങ്കിലും പറയാം. പക്ഷേ ഞാൻ തീരുമാനിച്ചിരുന്നു അങ്ങനൊന്നും ഞാൻ ചോദിക്കത്തില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ആസ്ക് ഫോർ ദാറ്റ്. പക്ഷെങ്കിൽ അതിനുശേഷം ഒരു പ്രാവശ്യം 1700-ലധികം ഷൂസ് ഇന്ത്യയിലേക്ക്, ഒറീസയിലേക്ക് അയച്ചു കൊടുക്കുവാൻ കർത്താവ് കൃപ തന്നു.
ഒന്ന് രണ്ട് പ്രാവശ്യം ഗാട്ടിമാലയിലേക്ക് 500 ഷൂസ് അയച്ചു കൊടുക്കാൻ കുറുവ തന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സമയത്ത് ഒരു ഷൂസ് 5 വർഷം ഉപയോഗിച്ചെങ്കിൽ അതേ കൈകൊണ്ട് ആയിരങ്ങൾക്ക് ഷൂസ് കൊടുക്കുവാൻ ദൈവം ബലപ്പെടുത്തി എന്നുള്ളത്.